ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്ത് കേരള ഹൈക്കോടതി. സംഗമം നടത്തിപ്പിൽ സുതാര്യത കാണുന്നില്ലെന്ന് ഹൈക്കോടതി. സംഗമം ആരാണ് നടത്തുന്നതെന്ന് ചോദിച്ച കോടതി സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് ഞെട്ടിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. തത്വമസി എന്ന വേദവാക്യം മനസ്സിലാക്കാൻ ഹിന്ദുവാകണമെന്നില്ലെന്ന് ഹൈക്കോടതി. തത്വമസി എന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതെന്ന് കോടതി. ആഗോള അയ്യപ്പ സംഗമം ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഹൈക്കോടതിക്ക് പോലും വലിയ ഞെട്ടൽ ഉളവാക്കുന്ന സംഭവങ്ങളാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുക, ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാകുമെന്ന് ചോദിച്ചുകൊണ്ട് ഈ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് കേരള ഹൈക്കോടതി. വിവരങ്ങൾ. നീലിമ, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെതിരായിട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച സമയത്താണ് നിരവധി ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ഉന്നയിച്ചത്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമം അത് എന്താണ്, ആ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് ദേവസ്വം ബോർഡാണ് ഈ സംഗമം നടത്തുന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടിയാണിത്. മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ നിർത്തിയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് തുടങ്ങിയ മറുപടികളായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയത്. പക്ഷേ ഹൈക്കോടതി ചോദിച്ചത് ഈ ആഗോള അയ്യപ്പ സംഗമവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ദേവസ്വം ബോർഡിന് മറ്റ് ക്ഷേത്രങ്ങളിലെ എന്തുകൊണ്ടാണ് ശബരിമല തന്നെ കേന്ദ്രീകരിച്ച് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നുള്ള ചോദ്യമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും പിന്നീട് ഉയർന്നത്. പക്ഷേ ഇക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള മറുപടി സംസ്ഥാന സർക്കാർ നൽകിയില്ല. ഒപ്പം തന്നെ എവിടെ നിന്നാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പണം സമാഹരിക്കുന്നത്, ആ പണം ഏത് വിധത്തിൽ ചെലവഴിക്കും, ഇക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള മറുപടി സംസ്ഥാന സർക്കാർ നൽകിയില്ല. തുടർന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ പണം ചെലവഴിക്കുന്നത് ഏത് വിധത്തിലാണ്, എവിടെ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്, അതായത് ഫണ്ട് സമാഹരിക്കുന്നത്, ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും വരുന്ന 9-ാം തീയതിക്ക് മുൻപ് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്രധാനമായിട്ടുള്ള പരാമർശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പിലൂടെ ചില തുകകളൊക്കെ തന്നെ പണം സമാഹരിക്കുന്നുണ്ട്. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണെന്നാണ് ഹൈക്കോടതി പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വിഷയം, അതായത് സ്പോൺസർഷിപ്പിലൂടെ അയ്യപ്പ സംഗമം നടത്തുന്നുവെന്നുള്ള കാര്യം അത് പ്രഥമ ദൃഷ്ടിയ അലോസരപ്പെടുത്തുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൂടാതെ തന്നെ തത്വമസി എന്നുള്ള ആപ്തവാക്യത്തെക്കുറിച്ച് അറിയാനായിട്ട് ഹിന്ദുവാകണമെന്നില്ല. തത്വമസി എന്നുള്ള വേദവാക്യത്തിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസം ഹൈക്കോടതിക്കുണ്ട് എന്നുകൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. തത്വമസി എന്നുള്ള വേദവാക്യം അത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പരാമർശം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമല കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ശബരിമലയുടെ പേരുൾപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പ ഭക്ത വിശ്വാസികളുടെ ആ ഒരു വികാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന സംഗമം, ആ പരിപാടിയുടെ എല്ലാ വിശദാംശങ്ങളും കൃത്യമായിട്ട് സുതാര്യമാകണമെന്നുകൂടി ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ കൂടി ഉൾപ്പെടുന്നതാണ് ഈ സംഗമം. അതുകൊണ്ട് തന്നെ സുതാര്യത ഉറപ്പാക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഉണ്ടെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള മറുപടി ഈ വിഷയത്തിൽ വേണമെന്നുകൂടി ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകനാണ് നിലവിൽ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയിട്ടുള്ളത്. അതായത് ഈ 16 മുതൽ 20 വരെ ഈ അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തികളടക്കം നടക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രേരണയോടുകൂടി നടത്തുന്ന ഈ പരിപാടി അത് ഭരണഘടനാ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതായിരുന്നു ഹർജിയിലെ ആവശ്യം. എന്തായാലും നിലവിൽ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ഹൈക്കോടതി വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്നും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും തേടിയിരിക്കുകയാണ്. സെപ്റ്റംബർ 9-ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. ശരി, രേഷ്മയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഉരുണ്ട് കളിച്ച UDF, ബഹിഷ്കരണവുമില്ല സഹകരണവുമില്ല. അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിലപാട് വ്യക്തമാക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയത്. ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണമെന്നും ശേഷം ക്ഷണിച്ചാൽ നിലപാട് പറയുമെന്നുമാണ് VD സതീശൻ പ്രതികരിച്ചത്.